ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ എക്ടോകാർപ്പസ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. പാർട്ട് 3 ആണ്. ഞാനത് ഒരുപാട് വലുതാക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇത്ര 3 പാർട്സ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. അതും അടുപ്പിച്ച് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സൗകര്യം പോലെ കണ്ടാൽ മതി. പക്ഷേ ഞാൻ പെൻഡിങ് ആയിപ്പോവും. അതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാർട്ട് 3 വീഡിയോ തന്നെ ഓരോരോ ടൈമിലായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം മെല്ലെ എടുത്തെടുത്ത് കണ്ടാൽ മതി കേട്ടോ. ഏകദേശം ഓരോ വീഡിയോയും 30 മിനിറ്റ്സിൻ്റെ വീഡിയോയെ ഞാൻ എടുത്തിട്ടുള്ളൂ. മാക്സിമം 30 മിനിറ്റ്സ് ആ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് എക്ടോകാർപ്പസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനും അതേപോലെ തന്നെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം പറയുന്നു പറഞ്ഞതാണ്, പക്ഷെ പറയാൻ പറ്റിയില്ല, കുറച്ച് ലോങ് ആയിപ്പോയി. കാരണം പറഞ്ഞു വരുമ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാണ്ട് അവിടെ കൺഫ്യൂഷൻ കിടക്കും. അപ്പോൾ അത് എന്നോട് ചോദിക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ വീണ്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ ശരിയാവില്ല. അപ്പോൾ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് കിടക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ്സ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ അധിക സ്പീഷീസിലും ഐസോഗ്യാമസ് ആയിട്ടുള്ള ഗാമേറ്റ്സ് മീൻസ് സിമിലർ ആയിട്ടുള്ള ഗാമേറ്റ്സ്, ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. പക്ഷേ ചില കേസിൽ അനൈസോഗ്യാമസ് ആണ്. അനൈസോഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് പല കേസിലും പലതരത്തിലാണ്. ഇപ്പം എക്ടോകാർപ്പസ് സിലിക്കോളുസസ്, പ്രൊനൗൺസിയേഷൻ തെറ്റുന്ന ക്ഷമിക്കണം, സിലിക്കോളുസസ് എടുക്കുന്ന സമയത്ത് അത് ഫിസിയോളജിക്കലി അനൈസോഗമിയാണ്. അതേപോലെ തന്നെ എക്ടോകാർപ്പസ് സീക്കണ്ടസ് എടുക്കുന്ന സമയത്ത് അത് മോർഫോളജിക്കലി അനൈസോഗമിയാണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ മോർഫോളജിക്കലി അനൈസോഗമി, ഫിസിയോളജിക്കലി അനൈസോഗമി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഐസോഗ്യാമസ് സ്പീഷ്യസ് ആണെങ്കിൽ മീൻസ് ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ഗെമേറ്റ്സ് ഉള്ള സ്പീഷ്യസ് ആണെങ്കിൽ അത് ഹോമോതാലിക് അല്ലെങ്കിൽ മൊണീഷ്യസ് ആയിരിക്കും. ഹോമോതാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ നമുക്ക് ഒരേ ഇതിൽ തന്നെ കാണാം എങ്കിലാണ് നമ്മൾ മൊണീഷ്യസ് അല്ലെങ്കിൽ ഹോമോതാലിക് എന്ന് വിളിക്കുക. അനൈസോഗ്യാമസ് ആവുന്ന സമയത്ത് അതിൽ എന്താ പറയുക, മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡിഫറെൻറ്റ് പ്ലാന്റ്സും ഡിഫറെൻറ്റ് എക്ടോകാർപ്പസിലായിരിക്കും. അതുകൊണ്ട് അതിനെ ഹെട്രോതാലിക് അല്ലെങ്കിൽ ഡൈഈഷ്യസ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് വിചാരിക്കുന്നു. ഐസോഗ്യാമസ് സ്പീഷ്യസ് ആണെങ്കിൽ അത് ഹോമോതാലിക് അല്ലെങ്കിൽ മൊണീഷ്യസ് ആയിരിക്കും. അനൈസോഗ്യാമസ് ആണെങ്കിൽ അത് ഹെട്രോതാലിക് അല്ലെങ്കിൽ ഡൈഈഷ്യസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്ലൂറിലോക്കുലർ സെക്സ് ഓർഗനിലാണ്. അതിനെ നമ്മൾ ഗെമറ്റാൻജിയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പ്ലൂറിലോക്കുലർ സ്പൊറാൻജിയനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതും ഇതും തമ്മിലിവിടെ കൺഫ്യൂസ് ചെയ്യരുത്. അത് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പം ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഗെമറ്റാൻജിയയിലാണ്. പ്ലൂറിലോക്കുലർ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഗെമറ്റാൻജിയയിലാണ്. മറ്റേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തത് പ്ലൂറിലോക്കുലർ സ്പൊറാൻജിയയിലാണ്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഗെമറ്റാൻജിയ ശരിക്കും ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലൂറിലോക്കുലർ സ്പൊറാൻജിയും ഗെമറ്റാൻജിയും ഏകദേശം എന്താണ്? സിമിലർ ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഗെമറ്റാൻജിയയിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗാമേറ്റ്സ് ആണ്. എന്നിട്ട് അതിന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ്സ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ സ്പൊറാൻജിയയിൽ മീൻസ് പ്ലൂറിലോക്കുലർ സ്പൊറാൻജിയയിൽ നോക്കുന്ന സമയത്ത് അതിൽ സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസ് അവർ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്ലൂറിലോക്കുലർ സ്പൊറാൻജിയും പ്ലൂറിലോക്കുലർ സെക്സ് ഓർഗനും തമ്മിൽ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേര് അധികം ഒഴിവാക്കണ്ട. ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യാൻ മാത്രം, ഈ ഒരു പ്ലൂറിലോക്കുലർ എന്നുള്ള പേര് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഗെമറ്റാൻജിയ എന്നുള്ളൊരു ടേം ഉപയോഗിക്കുക. ഓക്കെ, ഈ ഒരു ഗെമറ്റാൻജിയും ഉണ്ടായി വരുന്നത്
ടെർമിനൽ സെൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ബ്രാഞ്ച് അല്ലെങ്കിൽ ബ്രാഞ്ച്ലെറ്റ്സിൻ്റെ ടെർമിനൽ സെൽസിലാണ്. ടെർമിനൽ സെൽസ് ഒന്ന് ഇൻഫ്ലാറ്റഡ് ആവും, എന്നിട്ട് അതിൽ എന്താ പറയുക ഒന്ന് വലുതായതിനു ശേഷം എന്താ പറയുക റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് വേർട്ടിക്കൽ റോസ് ആയിട്ടുള്ള എന്ത് കാണാം, ഫ്ലാറ്റ് സെൽസിനെ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് പിന്നെയും അതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടക്കും. വീണ്ടും അതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടക്കും. എന്നിട്ട് 24 മുതൽ 40 വരെയുള്ള ട്രാൻസ്വേഴ്സ് ടയേഴ്സ്, ഒരു ക്യൂബോയിഡൽ ചേംബർ പോലെ, മീൻസ് കുറേ ക്യൂബോയിഡൽ സെൽസ് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ഒരു പിക്ചർ ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങളെ ടെക്സ്റ്റിൽ ആ ഒരു പിക്ചർ കൊടുത്തിട്ടില്ല. എന്തായാലും സംഭവം, അപ്പോൾ അതിനെ പറ്റിയൊരു ഇമേജ് ഞാനിപ്പോൾ നോക്കി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഉണ്ടാവും, ഏകദേശം നമ്മൾ ആ ഒരു പ്ലൂറിസ്പൊറാഞ്ചിയ കണ്ട പോലെ തന്നെ ഉണ്ടാവും. കുറേ സെൽസ് ഇങ്ങനെ അട്ടിക്ക് വെച്ച പോലെ, ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ആയിട്ട് അട്ടിക്ക് വെച്ച പോലെ. അതിൽ ഏകദേശം 24 മുതൽ 40 വരെ എന്താ പറയുക ക്യൂബോയിഡൽ സെൽസ് ഉള്ളൊരു ചേംബർ ആയിരിക്കും അതിൽ. ഓക്കെ, അതിന് ശേഷം അത് ഓരോന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, മീൻസ് ആ ഒരു എന്താ പറയുക അതിൻ്റെ ചുറ്റും സൈറ്റോപ്ലാസും ഒക്കെ വന്നിട്ട് ഓരോ സെൽസും ഡിഫറൻഷിയേഷൻ അണ്ടർഗോ ചെയ്തിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഓരോ സെൽസും എന്താ പറയുക അതിൽ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും, എന്നിട്ട് സൈറ്റോപ്ലാസം ഓരോ ന്യൂക്ലിയസിനും ചുറ്റും വന്ന് അറേഞ്ച് ചെയ്ത്, അതിന് തന്നെയാണ് ഇവിടെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോ പ്രോട്ടോപ്ലാസ്റ്റ്, ഓരോ സെല്ലിൻ്റെയും പ്രോട്ടോപ്ലാസ്റ്റൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്തുണ്ടാവും, ഹാപ്ലോയിഡ് ആയിട്ടുള്ള യൂണിന്യൂക്ലിയർ ആയിട്ടുള്ള ബൈഫ്ലെജല്ലേറ്റഡ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഉണ്ടാവും. എങ്ങനെയാണ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള യൂണിന്യൂക്ലിയർ ആയിട്ടുള്ള ബൈഫ്ലെജല്ലേറ്റഡ് ഗാമേറ്റ്സ് ഉണ്ടാവും. അത് ഏകദേശം എന്തിന് സിമിലർ ആയിരിക്കും, സൂസ്പോസിന് സിമിലർ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഗാമറ്റാഞ്ചിയം പൊട്ടി മെച്യൂർ ഗാമേറ്റ്സ് എന്താ പറയുക പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ സ്പോസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് ലിബറേറ്റ് ചെയ്യും, ഗാമേറ്റ്സ് ലിബറേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ അവിടെ പറയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും മാറിപ്പോരുത്. അവിടെ നമ്മൾ സ്പോസിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇവിടെ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഗാമേറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം കേട്ടോ. അവിടെ നമ്മൾ ഫുൾ സ്പോസ് എന്നാണ് പറയുന്നത്, ഇവിടെ ഗാമേറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ സ്പോസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതേ ഇല്ല. ഗാമറ്റാഞ്ചിയിൽ നിന്ന് ഉണ്ടായി വരുന്നത് എന്താണ്, ഗാമേറ്റ്സ് ആണ്. ആ ഗാമേറ്റ്സ് ഏകദേശം സൂസ്പോസിന് സിമിലർ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഗാമേറ്റ്സ് ഐസോഗാമേറ്റ്സ് ആവാം, എനൈസോഗാമേറ്റ്സ് ആവാം. ഐസോഗാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി സിമിലർ ആണ്. എനൈസോഗാമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഐസോഗാമേറ്റ്സ് ആണെങ്കിൽ ഇപ്പം 3 ടൈപ്പ് ഓഫ് ഗാമേറ്റ്സ് നമുക്ക് ഈ ഒരു സ്പീഷ്യസിൽ പറയാൻ പറ്റുന്നുണ്ട്. ഐസോഗാമേറ്റ്, മോർഫോളജിക്കലി എനൈസോഗമി, ഫിസിയോളജിക്കലി എനൈസോഗമി. ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഐസോഗമിയിലാണെങ്കിൽ ആ ഒരു ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നത് സിമിലർ ആണ്. ശരിക്കും അവർ മോർഫോളജിക്കലിയും അതേപോലെ തന്നെ ബിഹേവിയറിലും ആ ഗാമേറ്റ്സ് ശരിക്കും സിമിലർ ആണ്. അതേപോലെ തന്നെ ആ ഗാമേറ്റ്സ് വരുന്നത് ഒരേ പ്ലാന്റ് നിന്നായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐസോഗാമേറ്റ്സ് ഉണ്ടാവുക എങ്ങനെയാണ്, ഹോമോതാലിക്, മീൻസ് ഒരേ പ്ലാന്റ് തന്നെയാണ് ആ ഒരു മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒരേ പ്ലാന്റുമിലാണ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗാമേറ്റ്സ് കിട്ടുന്നത്. ഞാൻ അത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഇവിടെ ഈ ഒരു ഫ്യൂഷൻ ഓഫ് ഐസോഗാമേറ്റ്സ് എന്ന് പറയുന്നത് മോർഫോളജിക്കലിയും ബിഹേവിയറിലും സിമിലർ ആയിരിക്കും. അവർ വരുന്നത് ഒരേ പ്ലാന്റിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയുക ഒരേ ഗാമറ്റാഞ്ചിയത്തിൽ നിന്ന് തന്നെ, മീൻസ് അവരുണ്ടായി വന്നത് ഒരേ ഗാമറ്റാഞ്ചിയത്തിൽ നിന്ന് തന്നെ ആവും. അപ്പോൾ ആ പ്ലാന്റ് മോണീഷ്യസോ അല്ലെങ്കിൽ ഹോമോതാലിക്കോ ആവും. ഇനി എനൈസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമേറ്റ്സ് ഡിസിമിലർ ആയിരിക്കും. അവർ വരുന്നത് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് എന്നായിരിക്കും, മീൻസ് ഡയീഷ്യസ് ആയിട്ട് മെയിലും ഫീമെയിലും ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ കാണുന്നതെന്നായിരിക്കും അവർ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ അനൈസോഗമിയിൽ ഞാൻ പറഞ്ഞു ഗാമേറ്റ്സ് എന്താണ്, ഡിസിമിലർ ആണ്. അപ്പം ഈ ഒരു അനൈസോഗമി തന്നെ നമുക്ക് 2 ടൈപ്പ് പറയാനുണ്ട്, മോർഫോളജിക്കലി അനൈസോഗമി, ഫിസിയോളജിക്കലി അനൈസോഗമി. അപ്പം മോർഫോളജിക്കലി അനൈസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോർഫോളജിക്കലി ഡിസിമിലർ ആയിരിക്കും, മീൻസ് ഫ്യൂസ് ചെയ്യുന്ന ഗാമേറ്റ്സ് മോർഫോളജിക്കലി ഡിസിമിലർ ആയിരിക്കും. പക്ഷേ അവരുടെ ബിഹേവിയർ ഒരേപോലെ ആയിരിക്കും. അധികം ഒന്ന് ലാർജും ഒന്ന് ചെറുതുമായിരിക്കും, മീൻസ് ആ ഒരു മോർഫോളജിക്കലി ഡിഫറൻസ് അല്ല. അപ്പോൾ ഒന്ന് വലുതും ഒന്ന് കുട്ടിയുമായിരിക്കും.
ഓക്കെ, അതിൽ ലാർജർ ഗ്യാമേറ്റിനെ നമ്മൾ വിളിക്കുന്നത് മൈക്രോ ഗ്യാമേറ്റ് എന്നാണ്. അതൊരു ഫീമെയിൽ ഗ്യാമേറ്റിനെ പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മോർഫോളജിക്കലി അനൈസോഗമി എന്ന് പറയുമ്പം അവർ മോർഫോളജിക്കലി ഡിസിമിലർ ആയിരിക്കും, പക്ഷെ ബിഹേവിയറലി സിമിലർ ആയിരിക്കും. അതിൽ ലാർജർ ഗ്യാമേറ്റ് നമ്മൾ മാക്രോ ഗ്യാമേറ്റ് എന്നും അതൊരു ഫീമെയിൽ ഗ്യാമേറ്റിനെ പോലെയാണ് ബിഹേവ് ചെയ്യുക. സ്മോളർ ഗ്യാമേറ്റിനെ നമ്മൾ മൈക്രോ ഗ്യാമേറ്റ് എന്നും അത് എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുക, ഒരു മെയിൽ ഗ്യാമേറ്റ് പോലെയാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി മാക്രോ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മീൻസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഈ ഒരു അനൈസോഗമി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് എന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് എന്ന് മീൻസ് മെയില് ഡൈഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ്. ഡൈഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് കാണുന്നത്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഒരു മാക്രോ ഗ്യാമേറ്റ്സ് മീൻസ് ഇതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, മോർഫോളജിക്കലി അനൈസോഗമി പറഞ്ഞാൽ ഗ്യാമേറ്റ്സിൻ്റെ മോർഫോളജിക്കലി മീൻസ് നമ്മൾ കാണുമ്പം അവർക്ക് ഡിഫറൻസ് ഉണ്ടാവും. മോർഫോളജിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് ഡിഫറൻസ് ഉണ്ടാവും. ഒന്ന് വലുതായിരിക്കും, ഒന്ന് ചെറുതായിരിക്കും എന്ന് പറഞ്ഞു. അതിൽ മാക്രോ ഗ്യാമേറ്റ്സ് മീൻസ് വലിയ ഗ്യാമേറ്റ്സ് ഉണ്ടാവുന്നത് മാക്രോ അല്ലെങ്കിൽ മെഗാ ഗാമറ്റാൻജിയത്തിൽ നിന്നാവും. അതേപോലെ തന്നെ മൈക്രോ ഗ്യാമേറ്റ്സ് ഉണ്ടായിട്ടുള്ളത് മൈക്രോ ഗാമറ്റാൻജിയത്തിൽ നിന്നാവും. ഓക്കെ, മീൻസ് ആ ഒരു ഗാമറ്റാൻജിയത്തിന് വരെ വ്യത്യാസമുണ്ട്. ഈ ഒരു ഗ്യാമേറ്റ്സ് ഉണ്ടായി വരുന്നത് ഗ്യാമേറ്റ്സ് എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത്? ഗാമറ്റാൻജിയത്തിൽ നിന്ന്. അതിൽ തന്നെ മാക്രോ ഗാമേറ്റ്സ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് എവിടെ നിന്നാണ് ഉണ്ടായി വന്നത്? മാക്രോ ഗാമറ്റാൻജിയം അല്ലെങ്കിൽ മെഗാ ഗാമറ്റാൻജിയത്തിൽ നിന്നാണ്. മൈക്രോ ഗാമേറ്റ്സ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് മൈക്രോ ഗാമറ്റാൻജിയത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്? നമ്മുടെ മോർഫോളജിക്കലി അനൈസോഗമി എന്നുള്ളൊരു കേസിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഐസോഗമി എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം അനൈസോഗമി എന്താ പറഞ്ഞു. അതിൽ 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു, മോർഫോളജിക്കലി അനൈസോഗമിയും ഫിസിയോളജിക്കലി അനൈസോഗമിയും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പോർഷൻ ഒന്നും മനസ്സിലായില്ല നിങ്ങൾ വീണ്ടും ചോദിച്ചോളൂ, ഞാൻ ചെറിയ ചെറിയ കുട്ടി വീഡിയോസ് ആയിട്ടാണെങ്കിലും ഇട്ട് തരും. ഓക്കെ, ഇനി അടുത്തത് ഫിസിയോളജിക്കലി അനൈസോഗമി. ഫിസിയോളജിക്കലി അനൈസോഗമി എന്ന് പറയുമ്പം ഗ്യാമേറ്റ്സ് ശരിക്കും മോർഫോളജിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കും, കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും, പക്ഷെ അവർ സെക്ഷൽ ബിഹേവിയറിൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ്? ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ് മോർഫോളജിക്കലി ഐഡൻറ്റിക്കൽ ബട്ട് ഡിഫറെൻ്റ് ഇൻ സെക്ഷൽ ബിഹേവിയർ. അപ്പോൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഒന്ന്, അതിൽ മീൻസ് ഒരു ഗ്യാമേറ്റ് എന്തായിരിക്കും? ലെസ് ആക്റ്റീവ് ആയിരിക്കും. ചിലപ്പോൾ എന്തായിരിക്കും? സ്റ്റേഷനറി തന്നെ ആയിരിക്കും. ഒരു ഗ്യാമേറ്റ് ലെസ് ആക്റ്റീവ് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കും. സ്റ്റേഷനറി ആണ്. അങ്ങനെ ഈ ഒരു ലെസ് ആക്റ്റീവായിട്ട് സ്റ്റേഷനറി ആയി കാണുന്നതിനെ നമ്മൾ ഫീമെയിൽ ഗമേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. മറ്റൊന്ന് എന്തായിരിക്കും? മോർ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഉണ്ടാവുക. അതിനെ നമ്മൾ മെയിൽ ഗാമേറ്റ് ആയിട്ട് എന്താ പറയുക? കൺസിഡർ ചെയ്യും. ഇതിൽ ഫീമെയിൽ ഗാമേറ്റ് ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സെക്രീറ്റ് ചെയ്യും. അതെന്തിനെ അട്രാക്റ്റ് ചെയ്യും? മെയിൽ ഗാമേറ്റിനെ ഫീമെയിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം എന്താ പറയുക, ഒരുപാട് എന്താ പറയുക മെയിൽ ഗാമേറ്റ് വന്നിട്ട് ഒരു ഫീമെയിൽ ഗാമേറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിൽ ഒന്ന് മാത്രം, നമ്മൾ ഈ സ്പേം ഓവം കേസ് പറയുന്ന പോലെ ഒൺലി വൺ ഓഫ് ദം, അതിൽ ഒന്ന് മാത്രമേ ആ ഒരു ഫീമെയിൽ ഗാമേറ്റ് ആയിട്ട് എന്ത് നടക്കുള്ളൂ? ഫ്യൂഷൻ നടന്ന് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒന്നും കൂടി പറഞ്ഞുതരാം. ഫിസിയോളജിക്കലി അനൈസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗാമേറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് മോർഫോളജിക്കലി കാണുമ്പം ശരിക്കും ഒരേപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ അവർ ഫിസിയോളജിക്കലി മീൻസ് അവരുടെ ഒരു ബിഹേവിയറിലാണ് അവർ ഡിഫറൻസ് കാണിക്കുന്നത്. ഒന്ന് എന്തായിരിക്കും? ലെസ് ആക്റ്റീവ് ആയിരിക്കും, തീരെ ചിലപ്പോൾ സ്റ്റേഷനറി ആയിരിക്കും, അനങ്ങാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അതിനെ നമ്മൾ ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടും, മറ്റൊന്ന് വളരെ ആക്റ്റീവായിരിക്കും, അതിനെ നമ്മൾ മെയിൽ ഗാമേറ്റ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫീമെയിൽ ഒരു വോളറ്റൈൽ സബ്സ്റ്റൻസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ബിലീവ് ചെയ്യണേ, അത് ഉറപ്പ് പറയുന്നില്ല, ബിലീവ് ചെയ്യാണ്. അത് ഈ ഒരു എന്താ പറയുക മെയിലിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുപാട് മെയിൽ ഗാമേറ്റ്സ് ഫീമെയിലിനെ അപ്രോച്ച് ചെയ്യും. മീൻസ് ഒരു ഫീമെയിൽ ഗാമേറ്റിനെ ഒരുപാട് മെയിൽ ഗാമേറ്റ്സ് അപ്രോച്ച് ചെയ്യും. പക്ഷേ അതിൽ ഒന്ന് മാത്രമേ മീൻസ് അതിൽ ഒരു മെയിൽ ഗാമേറ്റ് മാത്രമേ ഫീമെയിൽ ഗാമേറ്റായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം അത്രയായിരുന്നു നമുക്ക് ആ ഒരു എന്താ പറയുക ഫിസിയോളജിക്കലിൽ പറയാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഈ ഒരു സൈഗോട്ട് പ്രൊഡ്യൂസ് ആയത് ഐസോഗമി വഴിയോ അനൈസോഗമി വഴിയോ ആവാം. ഐസോഗമി പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ളത്, അനൈസോഗമി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാവാം ഈ ഒരു
ഈ ഒരു സൈഗോട്ട് ഉണ്ടായിട്ടുണ്ടാവുക. അവരെന്ത് ചെയ്യും, അപ്പം തന്നെ ജെർമിനേഷൻ നടത്തും. പ്രത്യേകിച്ച് ഒരു റെസ്റ്റിംഗ് പീരീഡോ അങ്ങനെയൊന്നും പോവാതെ അവർ അപ്പം തന്നെ ജെർമിനേറ്റ് ചെയ്യുകയാണ് നടക്കുന്നത്, ജെർമിനേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഇവർ ജെർമിനേറ്റ് ചെയ്തുണ്ടാവുന്നത് ഒരു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആണ്. എന്താ ഉണ്ടാവുന്നത്? ഒരു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആണ്. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി ഇവരുണ്ടാക്കുന്നത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആണ്. മീൻസ് ഇത് ഉണ്ടായി വന്നത് എവിടെ നിന്നാണ്? ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ സത്യം പറഞ്ഞാൽ ആരാ നടത്തിയത്? നിങ്ങളതൊന്ന് ജസ്റ്റ് ആ ഒരു സംഭവം ഒന്ന് നോക്കി നോക്കൂ. നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ആണ്. എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടായി വന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം, എന്നാലും ജസ്റ്റ് ഞാനത് അവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷന് നമുക്ക് എന്താ പറയുക, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്പോറോഫൈറ്റിക് പ്ലാന്റ് കിട്ടി. അത് ശരിക്കും മോർഫോളജിക്കലി ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് പ്ലാന്റിന് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഓക്കെ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് പ്ലാന്റിന് സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഈ ഒരു ടോട്ടൽ എക്ടോകാർപ്പസിലെ ലാസ്റ്റ് പോർഷനായിട്ടുള്ള ലൈഫ് സൈക്കിളും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ലൈഫ് സൈക്കിളിന് വേണ്ടി എടുത്തിരിക്കുന്നത് എക്ടോകാർപ്പസ് സിൽക്കുലസസ് എന്ന് പറയുന്ന സ്പീഷ്യസിനെയാണ്. അതൊരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു അൾട്ടർനേഷൻ ഓഫ് ജനറേഷനെ നമ്മൾ ഐസോമോർഫിക് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്താ വിളിക്കുന്നത്? ആ പേര് ഇവിടെ ഉണ്ട്, ഐസോമോർഫിക് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു എക്ടോകാർപ്പസിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അൾട്ടർനേറ്റ് ചെയ്ത് പോകുന്നത് കാണാം. രണ്ട് ജനറേഷൻസ് തമ്മിൽ അൾട്ടർനേറ്റ് ചെയ്ത് പോകുന്നത് കാണാം. ഒന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റും ഒന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റും. ഓക്കെ, ഞാനിത് പറഞ്ഞു തന്ന് നിങ്ങളിത് കേട്ട് അതവിടെ വിട്ടാൽ നിങ്ങൾക്കിത് മനസ്സ് കയറില്ല കേട്ടോ. ഒരുപാട് പ്രാവശ്യം അത് തിരിച്ചും മറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ വീണ്ടും കേട്ടു നോക്കും. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 2 പ്രാവശ്യം കൂടി കേട്ടു നോക്കും. എന്നിട്ടും ക്ലിയർ ആവില്ലേ നിങ്ങൾ ഏത് പോർഷനാണ് ക്ലിയർ ആവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാൻ നോക്കാം. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ ഇത് മൊത്തം വായിച്ചു, മൊത്തം കേട്ടതിന് ശേഷം നിങ്ങൾ ഇത് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സംഭവം നിങ്ങൾ കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ വായിക്കണം, എന്നാൽ മാത്രമേ കയറുള്ളൂ. അത് ഞാൻ ഉറപ്പ് തരാം. കാരണം അത്രയും പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാനത് അത്രയും ഉറപ്പായിട്ട് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ, എക്ടോകാർപ്പസിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കുമ്പോൾ നമ്മളവിടെ 2 ഡിസ്റ്റിങ് ജനറേഷൻ കാണുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. അതിൽ ഒന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റും മറ്റൊന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റുമാണ്. ഓക്കെ, ഈ ഒരു മോർഫോളജിക്കലി സ്പോറോഫൈറ്റും ഗെമറ്റോഫൈറ്റും സിമിലർ ആണ്, പക്ഷേ ജനറ്റിക്കലി അവരെന്താണ്? ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാണ്? മോർഫോളജിക്കലി സ്പോറോഫൈറ്റും ഗെമറ്റോഫൈറ്റും സിമിലർ ആണ്, പക്ഷേ ജനറ്റിക്കലി അവരെന്താണ്? ഡിഫറെൻ്റ് ആണ്. സ്പോറോഫൈറ്റ് എപ്പോഴും എന്തിനോട് കൺസേൺഡ് ആണ്? എസെക്ഷൽ റീപ്രൊഡക്ഷനോട് കൺസേൺഡ് ആണ്. അതിൽ നിന്ന് നമ്മൾ സൂസ്പോസ് ഉണ്ടാക്കി എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കി. യൂണിലോക്കുലാറും പ്ലൂറിലോക്കുലാറൊക്കെ പറഞ്ഞ് നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കിയില്ലേ? അതേ നേരം ഗെമറ്റോഫൈറ്റിക് എപ്പോഴും സിംഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈഗോട്ട് നിന്നാണ് ഉണ്ടായി വരുന്നത്. അപ്പം ഇതിൽ എന്താ പറയുക, സ്പോറോഫൈറ്റിക് എന്ന് പറയുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ, സൂസ്പോസ് പ്രൊഡ്യൂസ് ചെയ്ത് എസെക്ഷൽ റീപ്രൊഡക്ഷനായിട്ട് കൺസേൺഡ് ആണ്. ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനായിട്ട് കൺസേൺഡ് ആണ്. ഓക്കെ, ഇനി ഈ സ്പോറോഫൈറ്റിൽ എന്താ നടക്കുന്നത്? സ്പോസ് ഒരു സ്പൊറാഞ്ചിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട്, ഇനി അതിൽ രണ്ടിലും നടക്കുന്ന കാര്യങ്ങളാട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. സ്പോറോഫൈറ്റിൽ സ്പോസ് ഒരു സ്പൊറാഞ്ചിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗെമറ്റോഫൈറ്റിൽ ഗാമേറ്റ്സ് ഗെമറ്റാഞ്ചിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പൊറാഞ്ചിയത്തിനെ നമ്മൾ 2 ടൈപ്പ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൺക്ലൂഷനായിട്ട് നിങ്ങൾ കാണണം. സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പൊറാഞ്ചിയം നമ്മൾ 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിലോക്കുലാറും പ്ലൂറിലോക്കുലാറും. അപ്പോൾ ഇതിൽ ആദ്യത്തെ
യൂണിലോക്കുലാർ മീൻസ് ഇതിൽ ഞാൻ യൂണിലോക്കുലാറും പ്ലൂറിലോക്കുലാറും ഉണ്ടെന്ന് പറഞ്ഞു. യൂണിലോക്കുലാർ പ്രൊഡ്യൂസ് ചെയ്തത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മിയോസിസ് നടത്തി ഹാപ്ലോയിഡ് ആയിട്ടുള്ള മിയോസൂസ്പോസിനെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലൂറിലോക്കുലാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈറ്റോസൂസ്പോസിനെ ആയിരുന്നു. മൈറ്റോസിസ് നടത്തി ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈറ്റോസൂസ്പോസിനെ ആയിരുന്നു. മിയോസിസ് ജെർമിനേഷൻ അണ്ടർഗോ ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കിയത്? ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ ഒരു റിവിഷൻ പോലെ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ പോലെയൊക്കെ കണ്ടാൽ മതി. ഈ ഒരു മിയോസൂസ്പോസ് ജെർമിനേഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമെറ്റോഫൈറ്റ് ആയിട്ടാണ് മാറുന്നത്. മൈറ്റോസൂസ്പോസ് എന്താ പറയുക, ജെർമിനേഷൻ അണ്ടർഗോ ചെയ്തിട്ട് വീണ്ടും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ മിയോസൂസ്പോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സെക്ഷൽ ഫേസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമെറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു സെക്ഷൽ ഫേസിലേക്കാണ് പോകുന്നത്. മൈറ്റോസൂസ്പോസ് പണ്ടത്തെ തന്നെ ആ ഒരു അസെക്ഷൽ സൈക്കിളിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ എന്താ പറയുക, ഗാമറ്റോഫൈറ്റിൻ്റെ ഗെമറ്റാൻജിയം അതെന്ന് പറയുന്നത് എന്താ പറയുക, എങ്ങോട്ട് വന്നു? സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഗെമറ്റാൻജിയം എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം എന്തിലേക്ക് വന്നു, അതൊരു സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വന്നു. ഗെമറ്റാൻജിയത്തിൽ നമ്മൾ എന്താ പറയുക, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗെമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിനെ ഉണ്ടാക്കും. അത് വീണ്ടും ജെർമിനേഷൻ നടത്തിയിട്ട് എന്തായിട്ടാണ് മാറുന്നത്? ആ ഒരു സെക്ഷൽ ഫീസ് നമ്മൾ ഇവിടെ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് ജെർമിനേറ്റ് ചെയ്യുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആയിട്ടാണ്. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് പിന്നെ എന്താ നടത്തുക? സെക്ഷൽ റീപ്രൊഡക്ഷനെ നടത്തുള്ളൂ. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. എന്താ പറയുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി കിട്ടുന്നത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ്. ആ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് വീണ്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട്, ഒന്നും കൂടി പറയണേ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് നമുക്ക് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് കിട്ടി. അത് വീണ്ടും എന്താണ് ചെയ്യുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അത് 2-3 പ്രാവശ്യം പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു എക്ടോകാർപ്പസിൻ്റെ ലൈഫ് സൈക്കിൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഒരു സ്പോറോഫൈറ്റിക് ജനറേഷന് ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും നമുക്ക് ആ ഒരു ലൈഫ് സൈക്കിൾ വേണമെങ്കിൽ ഡയറക്റ്റ് പറയാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് ഒന്നും വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്ടോകാർപ്പസ് സ്പോറോഫൈറ്റിക് ജനറേഷന് എന്തുണ്ടാക്കിയെടുക്കും? ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാക്കിയെടുക്കും. മീൻസ് ആ ഒരു യൂണിലോക്കുലാർന്ന് ഉണ്ടാവുന്ന മിയോസ്പോസ് ഡെവലപ്പ് ചെയ്തിട്ട് എന്തുണ്ടായിട്ട് വരും? ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ അല്ല. അപ്പോൾ അതാണ് പറയുന്നത്, ആ ഒരു സ്പോറോഫൈറ്റ് യൂണിലോക്കുലാർ സ്പൊറാഞ്ചിയത്തിൽ ഉണ്ടാകുന്ന സ്പോസാണ്. അത് ഡെവലപ്പ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാക്കും. വീണ്ടും ഈ ഒരു ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ മീൻസ് ഈ ഒരു സെക്ഷൽ ഫേസ് അല്ലെങ്കിൽ ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ എന്തുണ്ടാക്കും? ഈ ഒരു സ്പോറോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാക്കും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്ടോകാർപ്പസിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഇൻ അനദർ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതൊന്ന് വായിച്ചു തരാം. ദ ലൈഫ് സൈക്കിൾ ഓഫ് എക്ടോകാർപ്പസ് 2 ജനറേഷൻ വിത്ത് ഡിഫറെൻറ്റ് ജനറ്റിക് മേക്കപ്പ്. രണ്ടും ഡിഫറെൻറ്റ് ജനറ്റിക് മേക്കപ്പിലുള്ളത്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ബയോളജിക്കൽ റോളുള്ളത്, റെഗുലർലി മീൻസ് ഒന്നരാടം എന്നൊരു രീതിയിൽ ഇവിടെ അൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, ഒരു സൈക്ലിംഗ് മാനറിൽ അൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിച്ചത്. ഈ അൾട്ടർനേഷൻ ജനറേഷൻ നടത്തുന്നത് ശരിക്കും മോർഫോളജിക്കലി അവർ സിമിലർ ആണ്. ഓക്കെ, മോർഫോളജിക്കലി അവർ സിമിലർ ആണ്. അൾട്ടർനേറ്റിംഗ് ജനറേഷൻ ആർ മോർഫോളജിക്കലി സിമിലർ. ദ അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതുകൊണ്ട് നമ്മൾ ആ ഒരു അൾട്ടർനേഷൻ ഓഫ് ജനറേഷനെ ഐസോമോർഫിക് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? ഐസോമോർഫിക്. കാരണം അവർ മോർഫോളജിക്കലി സിമിലർ ആയതുകൊണ്ട് നമ്മളതിനെ ഐസോമോർഫിക് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിക്കുന്നു. ഇതൊരു പ്രിമിറ്റീവ് ഫീച്ചറായിട്ട് മീൻസ് ഈ ഒരു അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പ്രിമിറ്റീവ് ഫീച്ചറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറും കൂടി വെച്ച് നോക്കാം. ഈ പിക്ചറിൽ നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ വെച്ച് നോക്കാം. എസെക്ഷൽ റീപ്രൊഡക്ഷന് നമ്മൾ 2 സ്പൊറാഞ്ചിയത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് പറഞ്ഞു. പ്ലൂറിലോക്കുലാർ സ്പൊറാഞ്ചിയം, അതേപോലെ തന്നെ യൂണിലോക്കുലാർ സ്പൊറാഞ്ചിയം. അപ്പം ഈ പ്ലൂറിലോക്കുലാർ സ്പൊറാഞ്ചിയത്തിനെ തന്നെയാണ് ന്യൂട്രൽ സ്പൊറാഞ്ചിയ എന്ന് വിളിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി. അപ്പോൾ ഈ ഒരു ന്യൂട്രൽ സ്പൊറാഞ്ചിയ മീൻസ് ഈ ഒരു പ്ലൂറിലോക്കുലാർ സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ന്യൂട്രൽ സ്പൊറാഞ്ചിയ
അതൊന്ന് എന്താ ഉണ്ടായി വരുന്നത്? ന്യൂട്രൽ സൂസ്പോസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിച്ചൊരു മറ്റൊരു പേര് എന്തായിരുന്നു? മൈറ്റോസൂസ്പോസ്. ഇതെന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അത് അതിന് ശേഷം സെറ്റിൽ ചെയ്യുന്നു. ഈ ഒരു മൈറ്റോസൂസ്പോസിൻ്റെ അത് സെറ്റിൽ ചെയ്യുന്നു, അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്യുന്നു, വീണ്ടും ആ ഒരു പ്ലൂറിസ്പൊറാഞ്ചിയം ഫോം ചെയ്യുന്നു. ഈ ഒരു പ്ലൂറിസ്പൊറാഞ്ചിയത്തിൻ്റെ കേസിൽ ആ ഒരു ലൈഫ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുക? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് പ്ലാന്റ്സിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണേ, ഈ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് പ്ലാന്റിൽ നിന്ന് പ്ലൂറിസ്പൊറാഞ്ചിയമാണ് ഉണ്ടാകുന്നത്. പ്ലൂറിസ്പൊറാഞ്ചിയത്തിൻ്റെ കേസിലാണെങ്കിൽ അതിന്ന് പ്ലൂറിസ്പൊറാഞ്ചിയം അതും ചെറിയൊരു ഇമ്മെച്യൂർ ആയതുണ്ടായി, പിന്നെ മെച്യൂർ പ്ലൂറിസ്പൊറാഞ്ചിയം ഉണ്ടായി, അതിന്ന് എന്താ പറയുക മൈറ്റോസൂസ്പോസ് ഉണ്ടായി, അത് സെറ്റിൽ ചെയ്ത് ഒരു വീണ്ടും എന്താണ് ഒരു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്ന് പറയുന്നത് യൂണിലോക്കുലർ സ്പൊറാഞ്ചിയം. നമുക്ക് ജസ്റ്റ് ആ ഒരു വഴി. അപ്പം ഈ ഒരു സ്പോറോഫൈറ്റിക് പ്ലാന്റ് ഞാൻ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അതിൽ പ്ലൂറിലോക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് സൈക്കിൾ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു ആൾട്ടർനേഷൻ ഓഫ് ജനറേഷനോ അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല. അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനൊക്കെ അവിടെ തന്നെ ഇൻ്റർ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കൺഫ്യൂസ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും അവിടെ തന്നെ മാക്സിമം ഇൻ്റർ കണക്ട് ചെയ്ത് പോകാൻ നോക്കിയത്. ഇനി ഇവിടേക്ക് വരുമ്പം ഈ ഒരു അപ്പം അത്രയാണ് പ്ലൂറിലോക്കുലാറിൽ പറയുന്നത്. ഇനി യൂണിലോക്കുലാർ, ഈ ഒരു സ്പോറോഫൈറ്റിൽ നിന്ന് ഉണ്ടാവുന്നത് യൂണിലോക്കുലാർ സ്പൊറാഞ്ചിയം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് മിയോസിസ് നടന്നിട്ട് എന്തുണ്ടാവും? മിയോസൂസ്പോസ് ഉണ്ടാവും. എന്താ ഉണ്ടാവുക? മിയോസൂസ്പോസ് ഉണ്ടാവും. അപ്പം ഇത്രയും ഈ ഒരു ഫേസ് മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം മൊത്തം എന്താണ്? സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? ഇവിടെ മൊത്തം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ജനറേഷനാണ്. ഇതുവരെ ഈ ഒരു ഫേസ് വരെ എന്തുതന്നെയാണ് നടക്കുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് ആ മിയോസിസ് നടന്ന് എന്താ പറയുക ഹാപ്ലോയിഡ് ആയിട്ടുള്ള മിയോസ്പോസ് വരുമ്പോൾ മുതലാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാകുന്നത്. ഇവിടുന്ന് ഈ ഒരു മിയോസ്പോസ് ഞാൻ ഒന്നും കൂടി സൂം ചെയ്യട്ടെ. ഇവിടുന്ന് ഈ ഒരു മിയോസ്പോസ് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാകുന്ന എന്താണ്? ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് എന്ന് പറയുമ്പം ഓക്കെ, അപ്പോൾ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ആണ്. പിന്നെ അതിന്ന് എന്തുണ്ടാവും? ഗെമറ്റാഞ്ചിയ ഉണ്ടാവും. ഗെമറ്റാഞ്ചിയിൽ നിന്ന് ഗാമേറ്റ് വരും. ഗാമേറ്റ് എന്ത് തന്നെയായിരിക്കും? തന്നെ ആയിരിക്കും കേട്ടോ. അതാലോചിക്കണം. അതിൽ നിന്ന് ഉണ്ടാകുന്ന ഗാമേറ്റ്സ് തന്നെ ആയിരിക്കും. അത് ഐസോഗ്യാമസ് ആവാം, അനൈസോഗ്യാമസ് ആവാം. അനൈസോഗ്യാമസ് തന്നെ മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ളതാവാം, ഫിസിയോളജിക്കലി മോർഫോളജിക്കലും അതേപോലെ തന്നെ ഫിസിയോളജിക്കലും ഡിഫറെൻ്റ് ആയിട്ടുള്ളവരാവാം. തിരിഞ്ഞു പോയാൽ ഞാൻ പറഞ്ഞത് സിമിലർ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ളവരാവാം. അവർ തമ്മിൽ ഫ്യൂഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ, ഇങ്ങനെ 2 ഗാമേറ്റ്സ് വന്ന് അത് ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു സൈഗോട്ട് ഫോം ചെയ്യാണ്. സൈഗോട്ട് മുതൽ വീണ്ടും എന്ത് സ്റ്റാർട്ട് ചെയ്യാണ്? സ്പോറോഫൈറ്റിക് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം എന്താ? 2Ni മീൻസ് അവിടെ ഹാപ്ലോയിഡ് മാറി ഡിപ്ലോയിഡായി. അവിടെ നിന്ന് മുതൽ വീണ്ടും ഡിപ്ലോയിഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് ആ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും എന്തായിട്ടാണ് മാറുന്നത്? സ്പോറോഫൈറ്റിക് ജനറേഷൻ, ഒരു സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള ഡിപ്ലോയിഡ് പ്ലാന്റ് ആയിട്ടാണ് മാറുന്നത്. വീണ്ടും സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ മെയിൻ സാധാ ആ ഒരു ലൈഫ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. കുറച്ചെണ്ണം പ്ലൂറിലോക്കുലാർ സ്പൊറാഞ്ചിയ ഫോം ചെയ്തിട്ട് ഇങ്ങനെ തന്നെ പോവും. കുറച്ചെണ്ണം യൂണിലോക്കുലാർ ഫോം ചെയ്ത് ആദ്യം ആ ഒരു സ്പോർ സ്റ്റേജൊക്കെ കഴിഞ്ഞ് പിന്നെ ഗാമറ്റോഫൈറ്റായി മാറി. പിന്നെ ഗാമറ്റോഫൈറ്റ് വീണ്ടും ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് സൈഗോട്ടായി മാറി വീണ്ടും അവിടെ നിന്ന് സ്പോറോഫൈറ്റ്. ആ ഒരു സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇതിൽ കണ്ടോ എന്താ പറയുക ഇവിടെ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിച്ചത്. ഈ ഒരു അൾട്ടർനേഷൻ ഓഫ് ജനറേഷനെ നമ്മൾ ഐസോമോർഫിക് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് വിളിച്ചത്. കാരണം എന്താണ്? ഇതിലെ സ്പോറോഫൈറ്റിക് ആണെങ്കിലും ഗെമറ്റോഫൈറ്റിക് ആണെങ്കിലും ശരിക്കും അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുമ്പം എന്താ പറയേണ്ടത്? അതിലെ ആ ഒരു പ്ലാന്റ് ശരിക്കും കുറച്ച് മീൻസ് ഒരു സ്റ്റേജിൽ അത് സ്പോറോഫൈറ്റിക് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് അതിന് ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും ഏതാ വരുന്നത്? ഗെമറ്റോഫൈറ്റിക് ആണ്. അങ്ങനെ ഈ ഒരു ജനറേഷൻ തമ്മിൽ അൾട്ടർനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ശരിക്കും അതിനെ അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അതിൽ കാണാം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ,
ശരിക്കും പക്ഷേ ഈ ഒരു സ്പോറോഫൈറ്റിക് ആണ്, ഈ ഒരു സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആണെങ്കിലും ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ആണെങ്കിലും സിമിലർ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഐസോമോർഫിക് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. എന്താ വിളിച്ചത്? ഐസോമോർഫിക് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇനി അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക സിമ്പിൾ സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. പ്ലൂറോ ലൂക്കുലാ സ്പൊറാഞ്ചിയം സൂസ്പോസിനെ ഉണ്ടാക്കി, വീണ്ടും എക്ടോകാർപ്പസ് പ്ലാന്റിനെ ഉണ്ടാക്കി. ഇവിടെ ആ ഒരു ഡിപ്ലോയിഡ് ഫേസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വരുമ്പം ഇവിടെ എക്ടോകാർപ്പസ് യൂണിലോക്കുലാർ സ്പൊറാഞ്ചിയത്തിനെ ഉണ്ടാക്കി, അവിടെ നിന്ന് ഉണ്ടായ സൂസ്പോസ് എന്താണ്? എൻ ആണ്. അപ്പം ഇത്രയും പോർഷൻ എന്തായിരുന്നു? ഒരു ഡിപ്ലോയിഡ് ഫേസ് ആയിരുന്നു. ഇവിടെ നിന്ന് ഈ യൂണിലോക്കുലാർ സ്പൊറാഞ്ചിയത്തിൽ നിന്ന് ഉണ്ടാകുന്ന സൂസ്പോസ് ഹാപ്ലോയിഡ് ആവുന്നത് മുതൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാണ്? മീൻസ് ഹാപ്ലോയിഡ് ഫേസ് അല്ല, ഹാപ്ലോയിഡ് ഗെമറ്റോഫൈറ്റിക് ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു സൂസ്പോസിൽ നിന്ന് ഒരു എക്ടോകാർപ്പസ് പ്ലാന്റ് ഉണ്ടാവുന്നു. ആ എക്ടോകാർപ്പസ് പ്ലാന്റിൽ നിന്ന് 2 ഗാമേറ്റ്സ് ഉണ്ടാവുന്നു. 2 ഗാമേറ്റ്സ് ഐസോഗാമസ് ആവാം, അനൈസോഗാമസ് ആവാം. അങ്ങനെ 2 ഗാമേറ്റ്സ് ഉണ്ടാവുന്നു. അത് ഫ്യൂസ് ചെയ്യുന്നു. ആ ഒരു ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് മുതൽ വീണ്ടും ഡിപ്ലോയിഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഹാപ്ലോയിഡ് ഫേസ് ആണ്, ഇത് ഡിപ്ലോയിഡ് ഫേസിലേക്ക് കടന്നു. വീണ്ടും അവിടെ നിന്ന് ആ സൈഗോട്ടിൽ നിന്ന് ഒരു സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള എക്ടോകാർപ്പസ് പ്ലാന്റ് ഉണ്ടാവുന്നു. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള ഒരു എക്ടോകാർപ്പസ് പ്ലാന്റ് ഉണ്ടാവുന്നു. ഇതിൽ കുറച്ചും കൂടി ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറോഫൈറ്റിക് ഗെമറ്റോഫൈറ്റിക് ആ ഒരു ജനറേഷൻ്റെ അൾട്ടർനേഷൻ ക്ലിയർ ആയിട്ട് ഈ ഒരു പിക്ചറിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ഫേസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, പക്ഷെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. കൊളായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇനി നിങ്ങൾക്ക് ഈ ലൈഫ് സൈക്കിൾ വേറെ തന്നെ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ, കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ആ ഒരു കാര്യം മാത്രമായിട്ട് നമുക്ക് ആ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതെല്ലാം പേഴ്സണലി ചോദിക്കണമെങ്കിൽ ഒന്നെങ്കിൽ മെയിലിൽ mgobikaraj@gmail.com എന്നുള്ളൊരു മെയിലിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു ഇതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, റീപ്രൊഡക്ഷൻ പറഞ്ഞു, അതിൽ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെന്താണ് അത്ര കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു. ഇതിലിനി വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒറ്റയടിക്ക് ഇത് നമുക്ക് കയറില്ല, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോർഷനാണ്. കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പോകുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് പിന്നെ അടുത്ത് വീണ്ടും മാറ്റി പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അത് പക്ഷെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് കയറാൻ തുടങ്ങും. ഞാൻ പഠിച്ചിട്ടുള്ളതല്ല, പക്ഷെ ഞാനിപ്പം അത് വായിച്ച് ഈ ഒരു ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പഠിച്ചതാണ് ഈ ഒരു എക്ടോകാർപ്പസിനെ പറ്റിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാവാൻ തുടങ്ങും. ആ ഒരു ട്രാക്ക് കയറി കിട്ടേണ്ട ആ ഒരു ക്ഷമ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ഞാൻ സത്യം പറയണം, എക്ടോകാർപ്പസിനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പഠിച്ചെടുത്തതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളും അതേപോലെ തന്നെ ആ ട്രാക്കിൽ മാക്സിമം കയറാൻ നോക്കുക. എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യാലിറ്റി ഇല്ല, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്, ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ആ ട്രാക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതിലാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. ആ ട്രാക്ക് കയറിയാൽ ഓട്ടോമാറ്റിക്കലി അത് പോകും. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കാണ്ടിരിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.